നെഹ്റുവും ഇന്ദിരയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ നെഹ്റു കുടുംബത്തിന്റെ പേര് പറഞ്ഞ് നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന്റെ മേൽവിലാസമില്ലാതെ ദേശസ്നേഹത്തിന്റെ എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും മുഴുവൻ ഞാൻ ഈ മഹത്തായ ദേശത്തിന് വേണ്ടി അർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി 57 പാർട്ടികൾ മാത്രമാണ് ആദ്യത്തെ ഇന്ത്യയിലെ ജനറൽ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. കേവലം 57 അന്നത്തെ നമ്മുടെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 17 കോടി ജനങ്ങൾ മാത്രമാണ്. ആ ഘട്ടത്തിൽ നെഹ്റു ജയിച്ചു. ഇന്ന് 2014 നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ 2000-ലധികം രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മുഴുവൻ മാറിയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം മാധ്യമങ്ങളും ഒരു വിഭാഗം ദേശവിരുദ്ധന്മാരും കടന്നാക്രമിച്ച നേതാവാണ് നരേന്ദ്രമോദി. ഗോഡ് ഫാദർമാരില്ലാത്ത നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ആകെയുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സാംസ്കാരിക സംഘടനയുടെ ശാഖയിൽ പോയി പഠിച്ച ദേശസ്നേഹവും സംഘടനാബോധവും രാഷ്ട്രബോധവും മാത്രമാണ്. അത് വെച്ചാണ് അദ്ദേഹം ഗാന്ധിനഗറിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് വഴിവെട്ടി വന്നത്. അപ്പോൾ അങ്ങനെ വഴിവെട്ടി വന്ന നരേന്ദ്രമോദിക്ക് ഗോഡ് ഫാദർമാരില്ല എന്നത് തന്നെയാണ് ഞാൻ ഈ ഘട്ടത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും ഒരു കുടുംബാധിപത്യത്തിന്റെ ലേബലിലല്ല. നെഹ്റുവും ഇന്ദിരയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ നെഹ്റു കുടുംബത്തിന്റെ പേര് പറഞ്ഞ് നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന്റെ മേൽവിലാസമില്ലാതെ ദേശസ്നേഹത്തിന്റെ എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും മുഴുവൻ ഞാൻ ഈ മഹത്തായ ദേശത്തിന് വേണ്ടി അർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി. അദ്ദേഹം വരുമ്പോൾ നെഹ്റുവും നരേന്ദ്രമോദിയും തമ്മിലുള്ള താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഒരാൾ മുഴുവൻ സമയവും അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അതിന്റെ പുരോഗതികൾ നമ്മുടെ നാട്ടിൽ കാണുന്നു. നെഹ്റുവിന്റെ കാലഘട്ടം ചിന്തിക്കുമ്പോൾ തന്നെ അടിമത്തത്തിന്റെ കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്.